കോടഞ്ചേരി മീഡിയ സന്ധ്യ വാർത്തയിലേക്ക് സ്വാഗതം. സാമ്പത്തിക തിരുത്തുന്ന നേതാക്കൾ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി. വാരിക്കോരി പ്രഖ്യാപനമില്ല. ബജറ്റ് ഒത്തുനോക്കട്ടെ. തിരുവനന്തപുരം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക ബാധ്യതയെന്ന് നേതാക്കൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ധനമന്ത്രി കെ. ബാലഗോപാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത വർഷം വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് പിന്നാലെ എത്തുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സാമൂഹിക ക്ഷേമകൾക്കും ഉൾപ്പെടെ ജനകീയ പ്രഖ്യാപനങ്ങൾ വാരിക്കോരി നൽകുന്നത് കൂടുതൽ സാമ്പത്തിക തിരിച്ചടിക്ക് നയിക്കുമെന്ന യാഥാർത്ഥ്യം മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്താൻ ധനമന്ത്രിക്ക് കഴിഞ്ഞെന്ന് വേണം വിലയിരുത്താൻ. വയനാട് പുനരധിവാസത്തിന് കേന്ദ്രത്തിൽ നിന്ന് വാരിക്കോരി സഹായം ലഭിക്കില്ലെന്ന തിരിച്ചറിവില് സ്വന്തം നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് 750 കോടിയുടെ പ്രഖ്യാപനത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. കൊച്ചി മെട്രോ മാതൃകയില് തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ തുടങ്ങുമെന്ന പ്രഖ്യാപനം ലക്ഷ്യങ്ങളായി നീളുന്ന പദ്ധതിക്ക് ശാപമൊട്ടും നൽകുമെന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. ഭൂനികുതി വർദ്ധിപ്പിച്ചും കോടതി ഫീസ് കൂട്ടിയും വാഹനനികുതി ഉയർത്തുകയും ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കൂട്ടിയും പ്രധാന ഫീസ് കൂട്ടിയും സർക്കാർ അതിവേഗമായ സമാഹരണം ലക്ഷ്യമിട്ടതോടെ സാധാരണക്കാർക്ക് ഉൾപ്പെടെയാണ് തിരിച്ചടിയായത്. സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ആശ്വാസത്തിനായി വിവിധ പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും തമിഴ് ഗുണകരമാകുമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ അണികൾ സമീപിച്ചത്. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു അനുവദിക്കുമെന്നും പിഎഫിൽ ലയിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു ഗഡു ക്ഷാമബത്ത ഏപ്രിലിലെ ശമ്പളത്തില് നൽകുമെന്നത് മാത്രമാണ് ആശ്വാസം. ദിവസവേതന കരാറ് ജീവനക്കാരുടെ വേതനം 5% നൽകി തീരുമാനിച്ചിട്ടുണ്ട്. സർവീസ് പെൻഷൻകാർക്കും കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടിയാണ് ഫെബ്രുവരിയിൽ നൽകുന്നത്. സർക്കാർ ജീവനക്കാരുടെ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബാല്യവായ്പകളുടെ പലിശയിലെ 2% ഇളവ് നൽകാനും ഇതിനായി 50 കോടി മാറ്റിവെക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പങ്കാളിത്ത പെൻഷന് പകരം പ്രത്യേക പെൻഷൻ പദ്ധതി 2025 മുതൽ 26 വരെ നടപ്പിലാക്കും. വിഴിഞ്ഞത്തിന്റെ ഭൂമിയും ഐടി വികസന ലക്ഷ്യമിട്ടും നിരവധി പ്രഖ്യാപനങ്ങളാണ് കേരളം ടേക്ക് ഓഫ് ചെയ്യുമെന്ന പരാമർശത്തോടെ ധനമന്ത്രി ചെയ്തിരിക്കുന്നത്. വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ഇടനാഴിക്കായി 1000 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. കാർഷിക മേഖലയിലെ വിവിധ പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിലും റബ്ബറിന് താങ്ങുവില വിപണിവിലയ്ക്ക് അനുസൃതമായി വർദ്ധിപ്പിക്കാത്ത നടപടി ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരിൽ നിന്ന് തന്നെ പ്രതിഷേധത്തിന് ഇടയാക്കുമെന്നാണ് റിപ്പോർട്ട്. നെല്ല്, നാളികേര വികസനത്തിന് വകയിരുത്തിയിട്ടുള്ള പണം അപര്യാപ്തമാണെന്നാണ് കൽപ്പകരുന്നത്. ശരീരത്തെക്കുറിച്ച് വർണ്ണന, ലൈംഗിക സ്ത്രീയുടെ സംസാരം, പിന്നാലെ നിനക്കുള്ള ആദ്യ ഡോക്ടർ വിജയ് എന്ന ഭീഷണി, കാറ്ററിംഗ് മുക്കം മാമ്പറ്റയിൽ ഹോട്ടൽ ജീവനക്കാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ കൂടുതൽ പേരുകൾ പുറത്തുവിട്ടപ്പെടുന്നു. അറസ്റ്റിലായ ഒന്നാം പ്രതി ദേവദാസ യുവതിയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റിലാണ് പുറത്തുവിട്ടത്. യുവതിയുടെ ശരീരത്തെക്കുറിച്ചുള്ള വർണ്ണനയും ലൈംഗിക താൽപര്യവും വ്യക്തമാക്കുന്നതാണ് ചാറ്റുകൾ. പലവട്ടം ദേവദാസ് അപമര്യാദയായി പെരുമാറിയതോടെ ജോലി രാജിവെക്കുന്നതായി യുവതി അറിയിച്ചു. തുടർന്ന് റിയാൽ ക്ഷമാപണം നടത്തി സന്ദേശങ്ങൾ അയച്ചു. തന്റെ ഭാഗത്തുനിന്ന് ഇനി മോശമായ ഒരു പെരുമാറ്റവും ഉണ്ടാവില്ലെന്നും ബിസിനസ്പരമായ ബന്ധങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും വിശ്വസിക്കുന്നു. കടമായി നൽകിയ പണം തിരിച്ചേൽപ്പിച്ചതിന് നീതി സ്ഥാപനത്തിലെ മാലാഖ ആണെന്നും വാട്സാപ്പ് സന്ദേശത്തിലുണ്ട്. മോശമായ പെരുമാറ്റവും സന്ദേശങ്ങളും ഉണ്ടാകരുതെന്ന് യുവതി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് സന്ദേശങ്ങളിൽ വ്യക്തമാണ്. മോശമായ പെരുമാറ്റത്തിന് പലവട്ടം മാപ്പ് പറഞ്ഞ ദേവദാസ് യുവതി തരത്തിലേക്ക് ആശുപത്രിയിലായ ശേഷം ഭീഷണി സന്ദേശം അയച്ചു. നിനക്കുള്ള ആദ്യ ഡോസ് അനുഭവിക്കുമെന്നായിരുന്നു ഭീഷണി. ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ മാമ്പറ്റയിലെ ഹോട്ടൽ ഉടമ ദേവദാസ് 68 ഫെബ്രുവരി 5-ന് കുന്നംകുളത്ത് പോലീസിന്റെ പിടിയിലായിരുന്നു. ഹോട്ടൽ ജീവനക്കാരായ മറ്റ് 2 പ്രതികൾ ഇന്നലെ താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങി. പി.കെ. റിയാസ്, കെ.ഇ.ടി. സുരേഷ് ബാബു എന്നിവരാണ് ഇന്നലെ കീഴടങ്ങിയത്. റിമാൻഡിലുള്ള 3 പ്രതികളെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് നീക്കം. ഫെബ്രുവരി 1-ന് രാത്രി ഹോട്ടലിന് സമീപത്തുള്ള താമസസ്ഥലത്താണ് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. കെട്ടിടത്തിനുള്ളിൽ താഴേക്ക് ചാടി യുവതി സാരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ മാലിന്യക്കുഴിയിൽ വീണു 3 വയസ്സുകാരന് ദാരുണാന്ത്യം. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കഫറ്റീരിയയ്ക്കു സമീപം മാലിന്യക്കുഴിയിൽ വീണ് 3 വയസ്സുകാരൻ മരിച്ചു. രാജസ്ഥാൻ സ്വദേശിയായ സൗരഭിന്റെ മകൻ റിതൻ രാജുവാണ് മരിച്ചത്. ജയ്പൂരിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ 11:30-ന് ലാൻഡ് ചെയ്ത വിമാനത്തിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. സഹോദരനൊപ്പം കളിക്കുന്നതിനിടെയാണ് അപകടം. ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആഭ്യന്തര ടെർമിനലിന് പുറത്തുള്ള അന്നാ സാറ കഫേയുടെ പിൻഭാഗത്താണ് അപകടം നടന്നതെന്ന് സിയാൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാതിരുന്ന സ്ഥലത്താണ് സംഭവം നടന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഇവിടേക്ക് നടവഴിയില്ല. ഒരു വശം കെട്ടിടവും മറ്റു 3 വശം ബൊഗെയിൻ വില്ലച്ചെടി കൊണ്ടുള്ള വേലിയുമാണ്. കുട്ടിയെ കാണാനില്ലെന്ന് മാതാപിതാക്കൾ വിമാനത്താവള അധികൃതരെ അറിയിക്കുകയായിരുന്നു. സുരക്ഷ വിഭാഗത്തിന്റെ സഹായത്തോടെ CCTV പരിശോധിച്ചപ്പോൾ കുട്ടി ചെടിവേലി കടന്ന് മാലിന്യക്കുഴിയിൽ വീണതായി തിരിച്ചറിയുകയായിരുന്നു. കുട്ടിയെ ഉടൻ പുറത്തെടുത്ത ശേഷം പ്രാഥമിക ചികിത്സ നൽകി. പിന്നാലെ കുട്ടിയെ അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു.
വിദഗ്ധ ചികിത്സയിലിരിക്കെ ഉച്ചയ്ക്ക് 1:42 മരണം സംഭവിച്ചത്. തുടർ നടപടികൾക്കായി സിയാൽ അധികൃതർ കുടുംബത്തിനൊപ്പമുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. മാതാപിതാക്കൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും സിയാൽ അറിയിച്ചു. 6 രാജ്യങ്ങൾ, 4 മണിക്കൂർ മലകയറ്റം, US അതിർത്തിയിലേക്ക് 16 മണിക്കൂർ നടത്തം, 50 ലക്ഷത്തിന്റെ നാടുകടത്തൽ. നാഗ്പൂർ, കാനഡയ്ക്ക് പോകാനായാണ് നാടുവിട്ടത്. പക്ഷേ ഏജന്റിന്റെ പിഴവ് നാഗ്പൂർ സ്വദേശിയായ ഹർപ്രീത് സിംഗ് ലാലിയയുടെ സ്വപ്നങ്ങളെ തച്ചുടച്ചു. ഇന്നലെ യുഎസിൽ നിന്ന് നാടുകടത്തപ്പെട്ട പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിൽ കൈകളും കാലുകളും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അപമാനിതനായി മറ്റു 103 പേർക്കൊപ്പം ഹർപ്രീതും ഇറങ്ങി. ജീവൻ പണയം വെച്ച് ഹർപ്രീത് വിവിധ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തു. 4 മണിക്കൂർ നീണ്ട മലകയറ്റവും US അതിർത്തിയിലേക്ക് 16 മണിക്കൂർ നീണ്ട നടത്തവും മുടക്കിയ 50 ലക്ഷം രൂപയും ഇപ്പോൾ ഹർപ്രീതിനെ പേടിപ്പിക്കുന്നുണ്ട്. ഹർപ്രീതിനെപ്പോലെയാണ് ഇന്നലെ തിരിച്ചെത്തിയ 103 പേരുടെയും അവസ്ഥ. കാനഡ വിസയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോയത്. കഴിഞ്ഞ ഡിസംബർ 5 ഡൽഹിയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. അബുദാബിയിലേക്കായിരുന്നു കണക്ഷൻ ഫ്ലൈറ്റ്. എന്നാൽ അവിടെ ഇറങ്ങാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങേണ്ടി വന്നു. ഡൽഹിയിൽ 8 ദിവസം താമസിച്ചു. പിന്നീട് ഈജിപ്തിലെ കൈറോയിലേക്ക് പോയി. അവിടെ നിന്ന് സ്പെയിൻ വഴി കാനഡയിലെ മോൺട്രിയലിലേക്കായിരുന്നു ഞാൻ പോകേണ്ടിയിരുന്നത്. സ്പെയിനിൽ 4 ദിവസം താമസിച്ച ശേഷം ഗ്വാട്ടമാലയിലേക്ക് അയക്കപ്പെട്ടു. അവിടെ നിന്ന് നിക്കരാഗ്വ, പിന്നീട് ഹോണ്ടുറാസ്, മെക്സിക്കോ. ഇവിടെ നിന്ന് നേരെ US അതിർത്തിയിലേക്ക്. ആകെ 49.50 ലക്ഷം രൂപ എനിക്ക് ചെലവായിട്ടുണ്ട്. ബാങ്ക് ലോൺ, സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കടം വാങ്ങിയ പണം എന്നിങ്ങനെയാണ് ഇത്രയും തുക ഞാൻ സമാഹരിച്ചത്. കാനഡയുടെ വിസയ്ക്ക് വേണ്ടിയാണ് പോയത്. എന്നാൽ എന്റെ ഏജന്റിന്റെ പിഴവ് മൂലമാണ് എനിക്ക് ഇത്രയും സഹിക്കേണ്ടി വന്നത്. മെക്സിക്കോയിൽ മാഫിയ സംഘം തട്ടിയെടുത്ത് 10 ദിവസം തടങ്കലിൽ വെച്ചു. അവിടെ നിന്നും 4 മണിക്കൂർ മലകയറി. പിന്നെ US അതിർത്തിയിലേക്ക് നീണ്ട 16 മണിക്കൂർ നടത്തുകയും ചെയ്തു, ഹർപ്രീത് പറഞ്ഞു. മക്കളുടെ മുന്നിൽ വെച്ച് 1-ാം പ്രതിയുമായി ലൈംഗിക ബന്ധം, ഇളയ മകളെ പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്തു. വാളയാർ അമ്മയ്ക്കെതിരെ സിബിയുടെ ഗുരുതര വെളിപ്പെടുത്തല്. വാളയാർ കേസിലെ മരണപ്പെട്ട പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരെ സ്ഫോടനാത്മകമായ ആരോപണങ്ങളുമായി CBI കുറ്റപത്രം. 1-ാം പ്രതിയുമായി പെൺകുട്ടികളുടെ അമ്മ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും കുട്ടികളുടെ മുമ്പിൽ വെച്ചായിരുന്നു വേഴ്ച നടത്തിയതെന്നുമാണ് കുറ്റപത്രത്തിൽ CBI പറയുന്നത്. ഹിന്ദു ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. മൂത്ത മകളെ 1-ാം പ്രതി പീഡിപ്പിച്ചുവെന്ന് അറിഞ്ഞിട്ടും ഇളയ മകളെയും ഇതേ പ്രതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് അമ്മ കൂട്ടുനിന്നു. പ്രതി മദ്യവുമായി വീട്ടിൽ വരുന്നത് അമ്മ പ്രോത്സാഹിപ്പിച്ചു. ഇവരുടെ ഭർത്താവും ഇതിന് കൂട്ടുനിന്നിരുന്നു എന്നാണ് 2 ആഴ്ച മുമ്പ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ CBI പറയുന്നത്. കുറ്റപത്രത്തിൽ പറയുന്നത് പ്രകാരം 2016 ഏപ്രിലിൽ മൂത്ത മകളെ 1-ാം പ്രതി ചൂഷണം ചെയ്യുന്നതിന് അമ്മ സാക്ഷ്യം വഹിച്ചിരുന്നു. 2 ആഴ്ചയ്ക്ക് പിന്നാലെ അച്ഛനും ഇതേ കാഴ്ച കണ്ടു. എന്നിട്ടും മൂത്ത മകളെ ഇതേ പ്രതി ലൈംഗിക ചൂഷണം ചെയ്ത കാര്യം മാതാപിതാക്കളെ പോലീസിനെ അറിയിച്ചില്ല. മാത്രമല്ല പ്രതിയുമായി സൗഹൃദം തുടരുകയും ചെയ്തു. മൂത്ത മകള് മരിച്ചിട്ട് പോലും ഇളയ മകളെ പ്രതിയുടെ വീട്ടിലേക്ക് ദമ്പതികൾ പറഞ്ഞയച്ചു. ചേച്ചിക്ക് സംഭവിച്ചതെല്ലാം ഇളയകുട്ടിക്കും അറിയാമായിരുന്നുവെന്നാണ് കുറ്റപത്രത്തിൽ CBI ചൂണ്ടിക്കാട്ടുന്നത്. 2017 ജനുവരി 13 വാളയാറിലെ മൂത്ത പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. മാർച്ച് 4 ഇളയ പെൺകുട്ടിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 13ഉം 9ഉം വയസ്സായിരുന്നു കുട്ടികൾക്ക്. വിചാരണക്കോടതി പ്രതികളെയെല്ലാം വെറുതെ വിട്ടതിനെ തുടർന്നാണ് കേസ് CBIയിലേക്കെത്തുന്നത്. മക്കൾക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി പെൺകുട്ടികളുടെ അമ്മ വലിയ പ്രതിഷേധമാണ് നടത്തിയത്. നീതി വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഇവർ തലമുണ്ടനവും ചെയ്തു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. എക്സിറ്റ് പോളുകൾ അനുകൂലമായതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പുകൾ. പരാജയ ഭീതിയിലായതോടെ BJP ഓപ്പറേഷൻ താമര ശ്രമം നടത്തുന്നുവെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. 70 അംഗ ഡൽഹി നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 36 എന്ന മാജിക സംഖ്യ കടക്കുന്നവർക്ക് ഭരണം പിടിക്കാം. 2020 62 സീറ്റ് നേടിയാണ് ആം ആദ്മി പാർട്ടി ഭരണം പിടിച്ചത്. 2015 ആം ആദ്മി പാർട്ടി 67 സീറ്റുകളും നേടി അധികാരത്തിലെത്തിയപ്പോൾ പ്രതിപക്ഷത്ത് BJPയുടെ 3 MLAമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം അനുകൂലമായതോടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പുകൾ. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങളെ ആം ആദ്മി പാർട്ടി പൂർണ്ണമായും തള്ളി. ഇതിനു പുറമെ ഡൽഹിയിൽ ഓപ്പറേഷൻ താമരക്കുള്ള ശ്രമം BJP ആരംഭിച്ചുവെന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചു. വിജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് BJP ഇത്തരത്തിൽ ചെയ്യുന്നതെന്നാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ചോദിക്കുന്നത്. പാതിവില തട്ടിപ്പ് പരാതികൾ കൂടുന്നു. അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികളും. പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ച് ED. കൊച്ചി പാതിവില തട്ടിപ്പു കേസിൽ പിരിച്ച പണത്തിന്റെ കണക്കും പരാതികളുടെ എണ്ണവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണത്തിനൊരുങ്ങി കേന്ദ്ര ഏജൻസികൾ. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED ശേഖരിച്ചു. ഇഡിക്ക് പുറമെ സംസ്ഥാന വ്യാപകമായി രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിവരങ്ങൾ ആദായനികുതി വകുപ്പും ശേഖരിച്ചുവരികയാണ്. ഹൈറിച്ച് മണി ചെയിൻ മാതൃകയിലായിരുന്നു അനന്തകൃഷ്ണന്റെ തട്ടിപ്പെന്നാണ് വിലയിരുത്തൽ. നിലവിൽ പോലീസ് ചുമത്തിയ വഞ്ചനാക്കുറ്റം ഇഡിക്ക് അന്വേഷണം ആരംഭിക്കാൻ പര്യാപ്തമാണ്. വിവരശേഖരണം ഉടൻ പൂർത്തിയാക്കി അന്വേഷണം ഇഡി ഏറ്റെടുത്തേക്കുമെന്നാണ് വിവരം.
തട്ടിപ്പിന്റെ വ്യാപ്തിയും പണം പോയ വഴിയും കൃത്യമായി അറിയണമെങ്കിൽ ED അന്വേഷണം അനിവാര്യമാണ്. തട്ടിപ്പിലൂടെ ലഭിച്ച പണം പ്രതി അനന്തകൃഷ്ണൻ വിദേശത്തേക്കു കടത്തിയോ എന്ന സംശയവും ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾക്കുണ്ട്. അറസ്റ്റിനു മുമ്പ് അനന്തകൃഷ്ണൻ വിദേശത്തേക്കു കടക്കാൻ ശ്രമിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പണം തിരികെ നൽകുമെന്ന് അനന്തുവിന്റെ ശബ്ദസന്ദേശം ഫണ്ട് ലഭിക്കുന്നതിലെ കാലതാമസത്തെ തുടർന്നാണ് പണം നൽകാൻ വൈകിയതെന്നു പാതിവില തട്ടിപ്പുകേസിലെ പ്രതി അനന്തകൃഷ്ണന്റെ ശബ്ദസന്ദേശം. ജയിലിൽ നിന്നിറങ്ങിയാൽ പണമോ സാധനങ്ങളോ തിരികെ നൽകും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് സീഡ് സൊസൈറ്റിക്ക് അയച്ച ശബ്ദസന്ദേശത്തിലാണ് പ്രതി ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കൂമ്പാറയിൽ ബഡ്സ് സ്കൂൾ ഒരുങ്ങുന്നു. കൂടരഞ്ഞി കേരള സാമൂഹ്യ സുരക്ഷ മിഷൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്കും യുവാക്കൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, സാമൂഹിക സംയോജനവത്കരണം എന്നിവ നൽകുന്നതിനായി ആവിഷ്കരിച്ച ബഡ്സ് പദ്ധതിയുടെ ഭാഗമായുള്ള ബഡ്സ് സ്കൂൾ വിപുലമായ സൗകര്യങ്ങളോടെ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ തയ്യാറാവുന്നു. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ കൂമ്പാറ വാർഡിൽ VM മാത്യു വിട്ടു നൽകിയ 25 സെന്റ് സ്ഥലത്ത് 2022 മുതൽ 23 വരെ വർഷം പദ്ധതി തയ്യാറാക്കി നടപടി ആരംഭിച്ച സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ 6,66,020 രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപയും ജില്ലാ കളക്ടറുടെ DMF ഫണ്ടിലെ 25 ലക്ഷം രൂപയുമായി 46 ലക്ഷം രൂപയിൽ അധികം ചിലവഴിച്ച 182 സ്ക്വയർ മീറ്റർ കെട്ടിടത്തിന്റെ ഫിനിഷിംഗ് വർക്കുകളാണ് ഇനി പൂർത്തിയാകാനുള്ളത്. ഇതിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപയും കൂടരഞ്ഞി പഞ്ചായത്ത് 20 ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. ജൂൺ മാസത്തോടെ ടർഫ് അടക്കമുള്ള സംവിധാനത്തോടെ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. കൂടരഞ്ഞിയിലെ സാധാരണക്കാരുടെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനും വേണ്ടി മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലെ സ്കൂളുകളെ ആശ്രയിക്കുന്നത് പ്രയാസമായതിനെ തുടർന്നാണ് വീടിന് സമീപത്ത് തന്നെ ഇത്തരം ഒരു മാതൃകാ സ്കൂൾ നിർമ്മിക്കുന്നതെന്നു കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് വ്യക്തമാക്കി. കോടഞ്ചേരി ഞാറക്കാട്ട് മൈക്കിൾ 87 നിര്യാതനായി. സംസ്കാരം നാളെ രാവിലെ 8:30 ഭവനത്തിൽ ആരംഭിച്ച് കോടഞ്ചേരി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ. ഭാര്യ പരേതയായ ഏലിയാമ്മ, മക്കൾ സുനിൽ, സുനിത, മരുമക്കൾ വിനി ചെങ്ങനാനിക്കൽ കോടഞ്ചേരി, ഷിൻസ് വളയംതൊട്ടിയിൽ കോതമംഗലം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.